നാലോളം മലയാള സിനിമയിൽ അഭിനയിച്ച താരം ലയ എന്ന നടിയെ ഓർത്തെടുക്കാൻ ഈ 4 സിനിമകളിൽ ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ മതി. തൊമ്മനും മക്കളും എന്ന സിനിമയാണത്. പൂങ്കാവനം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായികയെ നമ്മൾ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറന്നിട്ടുണ്ടാകില്ല. തന്റെ കരിയറിന്റെ അവസാന കാലത്തായിരുന്നു മലയാളത്തിലേക്ക് നടിയെത്തിയത്. തെലുങ്ക് ചലച്ചിത്ര നടിയായിരുന്നു ലയ. ഒരു കുച്ചിപ്പുടി നർത്തകി കൂടിയായിരുന്നു താരം. 1999 അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. ഈ ചിത്രം ഒരു തെലുങ്ക് ചിത്രമായിരുന്നു. 28ഓളം ചിത്രങ്ങൾക്ക് ശേഷമാണ് താരം മലയാളത്തിലെത്തുന്നത്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ആയിരുന്നു ആദ്യ മലയാള ചിത്രം. പിന്നെ തൊമ്മനും മക്കളും, ഉടയോൺ, രാഷ്ട്രം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. തൊമ്മനും മക്കളിലെ പൂങ്കാവനം എന്ന വേഷമായിരുന്നു മികച്ചു നിന്നത്. മലയാളത്തിൽ വന്നിട്ട് 2 സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ലയയ്ക്ക് ലഭിച്ചു. 2006 ഡോക്ടർ ശ്രീ ഗണേഷ് ഹോത്രിയെ വിവാഹം ചെയ്തത്. അത് കഴിഞ്ഞ് 2 സിനിമകളിൽ അഭിനയിച്ചെങ്കിലും താരം പിന്നീട് സിനിമകളിൽ നിന്ന് വിട പറയുകയായിരുന്നു. വിവാഹശേഷവും അഭിനയിക്കണം എന്ന മോഹം താരത്തിനുണ്ടായിരുന്നെങ്കിലും അവസരങ്ങൾ കിട്ടിയില്ല. ഇപ്പോൾ നടി കാലിഫോർണിയയിൽ ഭർത്താവുമൊത്ത് താമസിക്കുന്നു. നടിക്ക് 2 മക്കളുണ്ട്. സിനിമയിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ശ്രമമെല്ലാം താരം നടത്തി. പക്ഷേ പരാജയപ്പെട്ടു. താരത്തിന് നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ സിനിമ, സീരിയൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.